ഹലോ ഗൈസ്, സുഖല്ലേ? ഒക്കെ സുട്ടൂൻ്റെ മുട്ടയും തടിയിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങി. വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ കുടിക്കാൻ അറിഞ്ഞിട്ട് ഇവർ കൂട്ടിക്കൊണ്ടുപോയതാണ്. അങ്ങനെ ഓർഡറാക്കിയ സാധനം തിന്നാതിക്കാൻ കഴിയോപ്പാ. അങ്ങനെ ഞാനും അതിൽ നിന്ന് കുറച്ച് കോയിലവിടെ കറങ്ങിക്കൊണ്ടുണ്ട്. പള്ളിയിൽ നിന്ന് പാൻ കൊടുത്തപ്പാട് നമ്മൾ നേരെ പള്ളിയിൽ പോയി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞ് റൂമിൽ നിന്ന് 2-3 ആൾ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാന്ന്. അങ്ങനെ രാത്രിയാകുമ്പോൾ വീണ്ടും പോയി പുറത്തേക്ക്. ഇവിടെ എത്തിയപ്പാടെ നല്ല മട്ടൻ മന്തി ഓർഡറാക്കി. മട്ടൻ മതി എന്ന് പറഞ്ഞ എല്ലാവരും. അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ചേ കഴിച്ചിട്ട് കഴിയുന്നില്ല. പനി അതിലേ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കഴിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ വന്നു. നാട്ടിലാണെങ്കിൽ എല്ലാവരും നല്ല വിഷുവിന്റെ തിരക്കിലായിരിക്കും. പടക്കം പൊട്ടിക്കലും ഒന്നും പറയണ്ട. നാട്ടിലത്തെ പരിപാടി അത് ഉഷാറന്നല്ലേ. പിറ്റേന്ന് ഉച്ചക്കേക്ക് നല്ല അവിയൽ ഉണ്ടാക്കേണ്ട പ്ലാനിലാണ്. എങ്ങനെയാണെന്നുള്ളത് വെച്ചിട്ട് തന്നെ കാണാം. ഇല്ല, പച്ചക്കറി എല്ലാം അരിഞ്ഞിട്ടിച്ച് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും പിന്നെ തൈരും വേണമല്ലോ. തൈരെല്ലാം ഒഴിച്ചിട്ട് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പായസം കുടിക്കാതെ എന്ത് വിഷു. അങ്ങനെ കുറച്ച് പായസം ഉണ്ടാക്കാൻ വിചാരിച്ച് നല്ല സദ്യ പാലട പായസം. എന്തായിട്ട് മധുരം ഉണ്ടാവും, അപ്പോൾ ടേസ്റ്റും ഉണ്ടാവും. ഇത് നിന്നിട്ട് അളക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നിന്ന് കാലിന്റെ വേദന എടുത്ത് ഇത് കുറുകണ്ടേ. അങ്ങനെ എല്ലാവരും കൂടി ചോറ് കഴിച്ച് ആക്കിയ പായസം എന്തായാലും കുടിക്കണമല്ലോ. അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നല്ല പാല് തിന്നിട്ടാ. വൈകുന്നേരം നേരെ ജബീൽ പാർക്കിൽ പോയി. അവിടെ ഒരു ബർത്ത്ഡേ പരിപാടി ഉണ്ടായിന്. അസാസുവാന്റെ ബർത്ത്ഡേന് കാതർച്ച നല്ല ബിരിയാണിയിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. നല്ല സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. എങ്ങനെയെന്നുള്ളത് തിന്നിട്ട് തന്നെ പറയാട്ടോ. ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കിക്കൊണ്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങി. നല്ല ബിരിയാണി. മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ. അങ്ങനെ അതെല്ലാം വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന്. അപ്പോൾ ഓക്കെ, ബൈ.